നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു സ്വദേശിനിയായ 21-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. നേരത്തെ തന്നെ ഊഹങ്ങളുണ്ടായിരുന്നു ഇത് തള്ളിപ്പോകുന്ന കേസാണ്. കാരണം ഈ ഒരു കേസ് അത് മുന്നോട്ട് വെച്ച വാദങ്ങൾ, അതായത് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ അത്രയും ശക്തമായിരുന്നു. പരാതിക്കാരി നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെ ഫെബ്രുവരി 17-ന് രാഹുൽ അവരെ വാട്സാപ്പിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചത്. ജില്ലാ കോടതിയുടെ ജാമ്യ വ്യവസ്ഥ രാഹുൽ ലംഘിച്ചുവെന്നും പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ പോലീസിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പരാതിക്കാരിയെ ബന്ധപ്പെടാൻ രാഹുൽ ശ്രമിച്ചിട്ടില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. അതിജീവിത അവരുടെ അമ്മയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. 2023-ൽ വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ആ കേസിലെ പരാതിക്കാരിയെ രാഹുൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് പരാതി ഉന്നയിച്ചത്. മാത്രമല്ല, രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വാദങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ലൈക്ക് ചെയ്തിരുന്നു ഈ പരാതിക്കാരിയെന്നും നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിലാണ് കോൾ പോയതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജിയുടെ വാദത്തിനിടെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇക്കാര്യം പറഞ്ഞത്. ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. എന്തായാലും ജാമ്യം റദ്ദാക്കില്ല എന്ന വിധി വന്നിരിക്കുന്നു. പരാതിക്കാരി രഹസ്യമൊഴി നൽകിയതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിജീവിതയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോട് ജില്ലാ കോടതി നൽകിയ സംരക്ഷണ വലയമാണ് പ്രതി രാഹുൽ തകർത്തതെന്ന വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. എന്നാൽ 17-ന് കോൾ പോയെങ്കിൽ അന്ന് തന്നെ പോലീസ് അപേക്ഷ നൽകേണ്ടതായിരുന്നുവെന്നും ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഹർജി എന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ച വാദങ്ങളിൽ ഒന്ന്. ജനുവരിയിലും പരാതിക്കാരിയുടെ അടുത്ത ബന്ധു രാഹുലിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് പരിശോധിച്ചതിന് തെളിവുണ്ടെന്നും അഭിഭാഷകർ വ്യക്തമാക്കി. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഭാഗം ജയിച്ചിരിക്കുന്നു. കേസ് അല്ലെങ്കിൽ ആ പരാതി കോടതി രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പരാതി കോടതി തള്ളിയിരിക്കുകയാണ്. അത്തരത്തിൽ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ ഉടലെടുക്കുന്നില്ല. ആ പരാതി, ആ ഒരു ഹർജി അത് അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല, രാഹുലിന്റെ ഭാഗത്തുള്ള വാദം ജയിച്ചതുകൊണ്ടാണ് ആ ഒരു ഹർജി തള്ളിപ്പോയിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ വക്കീൽ അദ്ദേഹം നിരത്തിയ വാദങ്ങളൊക്കെ കോടതി അംഗീകരിച്ചുകൊണ്ട് ആ ഒരു ഹർജിയെ കോടതി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം, ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലെ ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രതികരണത്തിലേക്ക്. ഇതൊക്കെ ചുമ്മാ കേസുകൾ എടുത്ത് കോടതി കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ആ മനുഷ്യനെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയാവുന്നതിന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉള്ളത്. ആ ലക്ഷ്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കിട്ടിയ ഒരു അർത്ഥം. ആ തന്ത്രത്തിൽ അയാളെ പുറത്താക്കുന്നതിന് അയാൾ വിജയിച്ചു. അയാൾ പരിശുദ്ധനാണെന്നൊന്നും എനിക്കൊരു വാദവുമില്ല. പക്ഷേ ഒരുമിച്ച് കുറ്റം ചെയ്തിട്ട് ഒരാളിന്റെ മേൽ മാത്രം ഇത് ഏൽപ്പിച്ചിട്ട് രക്ഷപ്പെടുന്ന അതൊരു വൃത്തികെട്ട രീതിയാണ്, ഒരു വ്യക്തിത്വമില്ലാത്ത രീതിയാണ് എന്നുള്ള കാര്യം എനിക്ക് പറയാനുള്ളൂ. ആര് ചെയ്താലും രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ്യുക, എന്നിട്ട് ഉത്തരവാദിത്തം മറ്റേ മണ്ടയ്ക്ക് കൊണ്ട് വെക്കുന്നു. ഒരുമാതിരി ചീപ്പായിട്ടുള്ള ഏർപ്പാടാണ്. നിങ്ങൾ ഒരുമിച്ചൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഏൽക്കാനുള്ള തൻ്റെടവും അതുപോലെ ധൈര്യവും ഒക്കെ ഉണ്ടാകണം. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ അത് ഇതെന്നൊക്കെ പറയുന്നു. ആ കേസ് കേട്ടിരിക്കേണ്ട ജനങ്ങൾ തന്നെ ചിരിക്കും വായിക്കുകയും കൂടി. ഇതിൽ ഇരകളല്ല ഉള്ളത്, തുല്യ പങ്കാളികളാണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമാണ്. കോടതി അത് തിരിച്ചറിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വലിയ അത്ഭുതമൊന്നുമില്ല. നമ്മൾ അന്നേ പറഞ്ഞു. പിന്നെ VD സതീശനായിരുന്നു വലിയ നിർബന്ധം, അല്ലേ? അങ്ങോട്ടാണ് പോകുന്നത്. VD സതീശന് വലിയ നിർബന്ധം, ഇവനെ മത്സരിപ്പിക്കരുത്. അയാൾ അതിൽ വിജയിച്ചു. അയാളുടെ മറ്റൊരു വലിയ വാശിയായിരുന്നു K. സുധാകരനെ മത്സരിപ്പിക്കരുതെന്ന്. സാങ്കേതികമായിട്ട് അതിലും അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. സുധാകരൻ ഇപ്പൊ പാർട്ടി വിട്ടിട്ടുമില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ VD സതീശൻ വൻ വിജയം കൊയ്തിരിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇനിയാണ് പാരകൾ വരാൻ. എല്ലാ മണ്ഡലങ്ങളിലും ഒരു നിമിഷം, ഈ രാഹുലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് ഈ വാട്സാപ്പില് ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇരയായ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അത്തരത്തിലൊരു വാട്സാപ്പ് കോൾ നടത്തി എന്നാണ് കേസ്. അപ്പൊ അതൊരു ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. അതായത് പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വിളിക്കുന്നു, അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. അപ്പൊ ജാമ്യം റദ്ദാക്കണം എന്നൊരു പരാതിയായിരുന്നു പരാതിക്കാരി നൽകിയത്. ആ പരാതിയാണ് ഇപ്പോൾ തള്ളിപ്പോയിരിക്കുന്നത്.
അതെ അതെ. അപ്പൊ എവിഡൻസ് ഇല്ല എന്നുള്ളത് തന്നെ അതിന്റെ വളരെ വ്യക്തമാണ്. ആ. ഈ വിളിക്കുക എന്നുള്ളതല്ല കേസിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത് എന്നുള്ളതാണ്. ആ. ഇപ്പൊ വിളിക്കരുതെന്ന് ആർക്കും പറയാൻ കഴിയില്ല, ഒരു കോടതിക്ക് പറയരുത്. ആ സ്ഥലം സന്ദർശിക്കരുതെന്ന് പറയുന്ന എന്റെ അർത്ഥം എന്താണ്? അവിടെ പോയിട്ട് കക്ഷികളെ കൂറുമാറ്റരുതെന്നുള്ളതാണ് അതിന്റെ സ്പിരിറ്റ്. ആ. ആ. നമ്മുടെ ഈ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ മാൻ ഈസ് നോട്ട് ഫോർ സബാത്ത്, സബാത്ത് ഈസ് ഫോർ മാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ. ശനിയും ഞായറും മനുഷ്യന് അവധി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഞായറാഴ്ച സബാത്ത് ഡേ ആണെന്ന് പറഞ്ഞ് നമുക്ക് ശബാത്ത് എന്ന് മലയാളത്തിൽ പറയും, ശാബത്ത് എന്ന് മലയാളത്തിൽ പറയും. ആ ഒരു ദിവസം നമ്മൾക്ക് വിശ്രമത്തിന് വന്നിരിക്കുന്നത് അത് വിശ്രമിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ആ വിശ്രമിക്കാനുള്ള ദിവസം നമ്മൾ ഒന്നും ചെയ്യില്ല. ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ആശുപത്രി കൊണ്ടുപോകില്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഇന്ന് ശബാത്ത് ഡേ, അങ്ങനെ കരുതരുത്. മരിക്കാനിരിക്കുന്ന ആളെ ആശുപത്രി കൊണ്ടുപോകണം. മനുഷ്യന് പൊതുവെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒന്നാണിത്. ഇത് തന്നെ AG ഗാർഡിനർ വേറൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. മാൻ ഈസ് നോട്ട് ഫോർ റൂൾ, റൂൾ ഈസ് ഫോർ മാൻ. അത് വേണം, മനുഷ്യനാണ് പ്രധാനം, നിയമമല്ല പ്രധാനം എന്ന് പറയുന്നത്. വിളിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അതൊരു സൗഹൃദപരമായിട്ടുള്ള കോളായിരുന്നു, അതോ ഭീഷണിപ്പെടുത്താനുള്ള കോളായിരുന്നു. ഇനിയിപ്പോ ഇവർ രണ്ടും കൂടെ ഉറച്ച് രഞ്ജിപ്പിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നില്ല. കോടതിക്ക് അവിടെ ഒരു കാര്യമില്ല. ഇപ്പൊ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ, വലിയ കലഹത്തിലേക്കും കലാപത്തിലേക്കും പോകേണ്ടതെന്ന് പിറ്റേ ദിവസം എനിക്ക് പരാതിയില്ല പാപ്പാക്കി. തീർന്നില്ലേ സംഭവം? കോടതിക്ക് ഇടപെടാൻ പറ്റുമോ? ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ? തീർന്നില്ലേ? അല്ലെ മന്ത്രിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ, വിലസുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അതിന്റെ സംഭവം. അപ്പൊ അത്രേ ഉള്ളൂ, കേസ് തീർന്നു. അപ്പൊ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകാൻ പരമയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാങ്കേതികമായിട്ട് ഒരു കുഴപ്പവുമില്ല, ഒരു ജാമ്യവും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എൽദോസ് കുന്നപ്പുള്ളിയാണ്ട് പെരുമ്പാവൂരിൽ മത്സരിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാവുന്നേ ഉള്ളൂ സുഖമായിട്ട് പാലക്കാട് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് 8 വട്ടം പൊട്ടുമെന്നുള്ള ഉറപ്പാണ്. തൃക്കരിപ്പതിലെ കോൺഗ്രസിലേക്ക് വിവിധരായിട്ട് വന്ന സന്ദീപ് വാര്യർ പൊട്ടുമെന്നുള്ള ഉറപ്പാണ്. അവിടെയൊക്കെ കോൺഗ്രസിന് മോശമല്ലാത്ത ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ രാഷ്ട്രീയമായിട്ട്, ഞാൻ പറയുന്നത് സാമൂഹികമായിട്ടോ ലൈംഗികമായിട്ടോ അല്ല, രാഷ്ട്രീയമായിട്ട് ജയിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജയത്തോളം എത്താൻ കഴിയുന്ന, ഒരു തോൽവി സമ്മാനിക്കാൻ കഴിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു ഷോ ആണ്, വാക്കുകൾ കൊണ്ടുള്ള ഷോ. അതുകൊണ്ട് പ്രസംഗം, അവതരണ ശൈലി, പ്രസന്റേഷൻ, ഇതൊക്കെയാണ് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാതെ ചരിത്ര പഠനമോ രാഷ്ട്രീയ പഠനമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചല്ല വോട്ടുകൾ പോകുന്നത്. ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരാള്, അങ്ങനെയാണ് വെലേൻഷാ എന്ന് പറയുന്ന റാപ്പ് ഡാൻസർ ഇപ്പൊ നേപ്പാളിന്റെ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ യുക്രൈന്റെ ഭരണാധികാരിയായിട്ട് സെലൻസ്കി വന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഷോ ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വാട്ട് ദ മാൻ റിയലി ഈസ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഉള്ളൊരു മാറ്റം. കാരണം വളരെ ഗാഠമായിട്ടുള്ള അല്ലെങ്കിൽ അഗാധമായിട്ടുള്ള പഠനങ്ങൾ കൊണ്ടല്ല, മറിച്ച് വാട്ട് ഈസ് ഹിസ് പ്രസന്റേഷൻ, വാട്ട് ഈസ് ഹിസ് പ്രൊജക്ഷൻ എന്നുള്ളതിനെ ആസ്പദമാക്കിയുള്ള തീരുമാനങ്ങളാണ് തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇപ്പോൾ മേൽക്കൈയുള്ളത്. എന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൃദയങ്ങൾ കീഴടക്കാൻ കഴിവുള്ള ആള് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ പെൺ സൗഹൃദം തുടരുക തന്നെയാണ്. ഒരുപാട് പേര്, ഞാനീ പറയുന്ന ലൈംഗികമായിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യമല്ല, അല്ലാതെ ഒരുപാട് പെൺ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വരികയാണ്. നമ്മൾ കണ്ടില്ലേ, പത്തനംതിട്ടയിൽ നിന്ന് തന്നെ സ്ത്രീകൾ പരസ്യമായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്നു. അദ്ദേഹത്തോടുള്ള ആകർഷണം കൊണ്ടല്ല, അദ്ദേഹം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരുതരം ട്രാപ്പിംഗ് ആണ്, ഒരു ഹണി ട്രാപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഇതേ ഹണി ട്രാപ്പിങ്ങിന് വിധേയനായിട്ടുള്ള നമ്മുടെ AK ശശീന്ദ്രൻ മന്ത്രിയായിട്ട് തന്നെ തുടരുകയാണല്ലോ, മത്സരിക്കുന്നുമുണ്ടല്ലോ. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. മുകേഷ് സ്ഥാനാർത്ഥിയായിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് ഒരു അപജയവും സംഭവിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന് മാത്രം പാർട്ടിയെടുത്ത് പുഴുവിനെ പോലെ കറിവേപ്പില പോലെ പുറത്താക്കി. അതാണ് സംഭവിച്ചത്. VD സതീശന്റെ ബോധ്യങ്ങളല്ല, വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വാശികളാണ് ഈ പാർട്ടിക്ക് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രചാരണത്തിനുള്ള ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയത് രണ്ടാം ലിസ്റ്റ് വരാനുള്ള താമസമാണ്. ഈ രണ്ടാം ലിസ്റ്റ് വരാനുള്ള താമസത്തിന് കാരണം K. സുധാകരന്
കണ്ണൂർ കൊടുക്കാതിരുന്നതാണ്, ആ പിടിവാശിയാണ്. അവിടെ ഈ പറയുന്നത് പോലെ മാൻ ഈസ് ഫോർ റൂൾ എന്നുള്ളതല്ല, റൂൾ ഈസ് ഫോർ മാൻ എന്നുള്ളത് മാനദണ്ഡമാക്കിയാണെങ്കിൽ ഈസി ആയിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാകുമായിരുന്നു. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, എപ്പോഴും പറയാറുണ്ട് വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുക എന്ന് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുന്നിലത്തെ തെരഞ്ഞെടുപ്പിലും പറഞ്ഞു. അത് നോക്കിയാണ് തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട്, PK ശശിയെ അവര് ഷൊർണൂറിൽ പിന്തുണയ്ക്കുന്നു. PK ശശി ഇതിനേക്കാൾ മോശമാർന്ന ഒരു വ്യക്തിത്വമാണ്. അന്വേഷണം നടത്തി, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പാർട്ടി തന്നെ സമ്മതിച്ചു. തീവ്രത ഉണ്ടോ കുറഞ്ഞോ എന്നുള്ളതല്ലല്ലോ നമ്മൾ നോക്കുന്നത്, അതൊരു വൃത്തികെട്ട വാക്കല്ലേ. തീവ്രത ഉണ്ടോ എന്ന് നോക്കിയാണ് ഒരു തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്. മനുഷ്യരുടെ തീവ്രതയിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. ഇന്ന് വിചാരിച്ച അത് നോക്കിയാണോ ഒരാൾ തെറ്റാണോ ചെയ്തത് ശരിയാണോ ശരിയെന്ന്? ഓരോ പുരുഷന്റെയും തീവ്രതയിൽ വ്യത്യാസം വരും. അത് വെച്ച് അളന്നുകൊണ്ട് തീവ്രത കുറഞ്ഞത് ലഘു തീവ്രത എന്നൊക്കെ പറയുന്നത് എന്തൊരു അശ്ലീലമാണത്. അതിപ്പോ തന്നെ ഒരു അശ്ലീല വാക്കായിട്ട് മാറ്റിയിട്ടില്ലേ അവര്? തീവ്രത കുറഞ്ഞു വേണ്ടി വരിക, അതിന് തെറ്റ് ചെയ്തു, അതിനൊരു മനസ്സ് കുറ്റം, ഒരു സാൻമാർഗികമല്ലാത്ത മനസ്സുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് വലിയൊരു പ്രശ്നമാണ്. ആ PK ശശിയെ പിന്തുണയ്ക്കുന്നതിനെന്തിനാ? അപ്പൊ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ED സതീശനുള്ള വ്യക്തി വൈരാഗ്യമായിരുന്നു ഇതിന്റെ പിന്നിൽ എന്ന് വളരെ വ്യക്തമാണ്. അതായത് തന്റെ മുഖ്യമന്ത്രി പദത്തിന് ഭീഷണിയാകുന്ന എല്ലാവരെയും അദ്ദേഹം വെട്ടിനിരത്തുകയാണ്. പണ്ട് പിണറായി വിജയൻ PS ക്യാമ്പിലെ എല്ലാവരെയും വെട്ടിനിരത്തി തന്റെ പാത സുഗമമാക്കിയതുപോലെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നു. ഓക്കെ സാർ, വളരെ നന്ദി ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.